നമസ്കാരം. ആദ്യം ഒരു പ്രാർത്ഥന. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓം സഹനമുനക്തു സഹവീര്യം കരവാഹൈ തേജസ്വിനാവിധമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ നിലത്ത് കുത്തുക, ഭൂമി ചെയ്യുന്നില്ല. ശ്വാസത്തിൽ കൈ ഒന്ന് കൂട്ടിട്ടുണ്ട്. കണ്ണിന്റെ മുകളിലേക്കോ തലോടിക്ക് പതുക്കെ കാണിക്കും. ശുഭദിനം. അപ്പൊ നമുക്ക് ഓർഗനൈസ് ചെയ്യുമ്പോൾ കുറച്ച് മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സൈക്ലിങ്, അതുപോലെ വൈബ്രേറ്റിംഗ് മെഷീൻ, ട്രെഡ്മില്ല്, അതൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ വാങ്ങിയാവും. പിന്നെ നമ്മള് ആദ്യം അനുലോമ വിലോമം രണ്ടു മുടി ശ്വാസം എടുക്കുക. ശ്വാസം വിടുക, 2 ശ്വാസം എടുക്കുക, 3 4 5 6 7 8. ഈ രണ്ടു മുടി 1 2 3 4 5 6 7 8. ഈ താടി കഴിച്ചുകൊണ്ടിരിക്കണം. തല പിൻമുടി നെക്ക് റൊട്ടേഷൻ. 1 2 3 4 5 6 7 8 8. തടി കൂടെ നിന്നിരുന്നോ? 1 2 3 4 5 6 7 8. താടി കഴുത്തിൽ മുടിച്ച് പകുതി റൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. തല പെണ്ണ് മുടിയിട്ട് പകുതി റൗണ്ട്. 1 2 3 4. രണ്ട് നടന്നുകൊണ്ടിരിക്കും. 5 6 7 8. ഇനി ഫുൾ റൗണ്ട്. 1 ശ്വാസം എടുക്കുക, ഒരു രണ്ട് കഴിയുമ്പോൾ ശ്വാസം. 2 ശ്വാസം വിടുക, 3 ശ്വാസം വിടുക, 4 ശ്വാസം വിടുക, 5 ശ്വാസം വിടുക, 6 7 8. തിരിച്ചു റൗണ്ട്. 1 ശ്വാസം വിടുക, 2 ശ്വാസം വിടുക, 3 4 5 6 7 8. ഇനി നമുക്ക് വാങ്ങിയത് കൈ നിർത്തി പിടിക്കും. 1 2 3 4 5 6 7 8. കൈ പതി നിർത്തുക. 1 2 3 4 5 6 7 8. തല വരുമ്പോൾ 4 മിനിറ്റ് മടക്കിപ്പിക്കുക. റിസ്റ്റ് തിരിക്കുക. 1 2 3 4 5 6 7 8. തിരിച്ചു. 1 2 3 4 5 6 7 8. കൈ മടക്കുക. 1 2 3 4 5 6 7 8. കൈ പുറത്ത്. 1 2 3 4 5 6 7 8. കൈ മടക്കിപ്പിക്കുക. 1 2 3 4 5 6 7 8. കൈ നിർത്തി. 1 2 3 4 5 6 7 8. തിരിച്ച്. 1 2 3 4 5 6 7 8. മതി. ഈ കാലുകൾ മടക്കിയിട്ട് നിയന്ത്രണമായിരുന്നു. 1 2 3 4 5 6 7 8. തിരിച്ചു. 1 2 3 4 5 6 7 8. മതി. കാല് കുറച്ചകത്തിരിക്കുക. കൈ അറിയില്ല. 1 2 3 4 5 6 7 8. തിരിച്ചു. 1 2 3 4 5 6 7 8. കാല് കുറച്ചകത്തിരിക്കുക. ശ്വാസം എടുത്തിട്ട് കൈ പൊന്തിക്കണം. ശ്വാസം വിട്ട് നിലത്ത് മുമ്പിൽ തുറണം, പിന്നിൽ തുറണം, നിർത്തണം. 1 2 3 4 5 6 7 8 8
7, 6, 5, 4, 3, 2, 1. അത് നല്ലോണം ആക്കി. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. കല്ലും പിടിച്ച് മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. കാലിക്ക് പിടിച്ച് മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കാലിന് പിടിച്ച് പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഒന്ന് നടക്കുക. ഇവിടെ മിഷനറി ഉണ്ട്. മിഷനറി നടക്കാം, അല്ലെങ്കിൽ മാനുവലായിട്ട് നടക്കുക. ഇനി പതുക്കെ ഓടുക. നിന്ന് സ്ഥലത്തുനിന്ന് ഓടും. നമ്മളെ ഹൃദയമെടുപ്പ് ഒന്ന് കൂടാൻ. നമ്മളെ ഹൃദയമെടുപ്പ് കൂടുമ്പോ ബ്ലഡ് ഹൃദയത്തിൽ വന്ന് പോകുമ്പോ ബ്ലഡ് ചുറ്റി ഈ കാലാവസ്ഥയിൽ ചികിത്സ മതി. ഇനി ഒന്നുകൂടി നടക്കണം കേട്ടോ. നടക്കുമ്പോ കൈയും പിന്നിലേക്കും മുമ്പിലേക്കും പോകണം. ഇനി ഒന്നുകൂടി ഓടുക. കാലാവസ്ഥ മതി. നീ നല്ല സ്പീഡിൽ നടക്കണം. നല്ല സ്പീഡിൽ നടക്കണം. നീ ഓടുക. സ്പീഡിലോടുക. സ്പീഡിലോടുക. കാലാവസ്ഥ നീ മുകളിലേക്ക് കാണണം. കാലടിച്ചെടുക്കുക. 2 കാലം മുകളിലേക്ക്. തല മുകളിലേക്ക്. ഒന്നാമത്തെ കാലിന്റെ മുട്ട് മടക്കി മുകളിലേക്ക്. മുട്ട് മടക്കി ചെസ്റ്റ് മുകളിലേക്ക്. കണ്ണടച്ച് നിൽക്കും. നമ്മുടെ ശരീരത്തിലെ പ്രകമ്പനങ്ങൾ തെറ്റില്ല. ശരീരം ഒന്ന് ആക്ടിവേഷനായി. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് ഉണ്ടാകും. നമ്മുടെ ശരീരം ഭൂമിക്ക് ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഈ ഭൂമിയായിട്ട്, പ്രപഞ്ചമായിട്ട്, സമൂഹമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. ശ്രദ്ധിക്കും. പതുക്കെ ഇരിക്കുക. എന്നിട്ട് അടക്കെടുക്കണം. ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഓക്സിജനൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ അത് റിക്കവർ ചെയ്യും. കാല് കുറച്ചാൽ തേക്കുക. കൈ കുറച്ചാൽ തേക്കുക. കൈ കാലം നേരത്തേക്ക് പോകാൻ പാടില്ല. അത് നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കണം പാടില്ല. നമ്മള് യോഗ വെച്ചാകുമ്പോ കൈ കാലത്ത് പുറത്തേക്ക്. കാല് കുറച്ചാൽ തേക്കണം. കൈ കുറച്ചാൽ തേക്കണം. കൈ നടത്തി വെക്കണം കേട്ടോ. അപ്പൊ ബെഡ്ഷീറ്റാണ് നമുക്ക് നല്ലത്. വയറ് പൊന്തും താഴെ. അത് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോ വയറ് പൊന്തും. ശ്വാസം പുറത്തേക്ക് വരുമ്പോ വയറ് താഴും. അത് ഓട്ടോമാറ്റിക് നടന്നു. നമ്മള് പ്രത്യേകിച്ച് എടുത്തു പിടിയൊന്നും വേണ്ട. വെറുതെ കിടക്കണം. നമ്മൾ നിന്ന് യോഗ നിദ്രയിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് ആസനങ്ങൾ ചെയ്യാം. കാലുകളൊന്ന് അടുപ്പിച്ച് വെക്കുക. കൈകളൊന്ന് അടുക്കി വെക്കുക. ഇനി വീണ്ടും കാലൊന്ന് അടുപ്പിക്കുക. അല്ലെങ്കിൽ അടുത്ത് വയ്ക്കുക. മലർത്തി വയ്ക്കുക. കാലിന്റെ വെല്ലുകൾ ഒന്ന് ശ്രദ്ധിക്കുക. കാലിന്റെ വെല്ലുകൾ തളർത്തിയതായിട്ട് കൊടുക്കുക. കാലിന്റെ എല്ലാ വെല്ലുകളും ശ്രദ്ധിക്കണം. ആ വെല്ലുകളെല്ലാം തളർത്തുക. കാലിന്റെ പാദം തളർത്തുക. കാലിന്റെ പിടിയുടെ ഭാഗം തളർത്തുക. കാലിന്റെ അങ്കിളുടെ ഭാഗം തളർത്തുക. കാലിന്റെ കാപ്പസിൽ തളർത്തണം. കാലിന്റെ മുട്ടുകൾ തളർത്തുക. കാലിന്റെ തൊടയുടെ മസിലുകളാണ്. അരഭാഗത്തെ തെറ്റുകൾ തളർത്തുക. വയറ്റിലെ തെറ്റുകൾ തളർത്തണം. പുറം ഭാഗം തളർത്തുക. ചെസ്റ്റിന്റെ ഭാഗം തളർത്തുക. ഷോൾഡറിന്റെ ഭാഗം തളർത്തുക. കൈയിന്റെ മോൾ ഭാഗം അപ്പുറം തളർത്തുക. കൈയിന്റെ മുട്ടുകൾ തളർത്തുക. കൈത്തണ്ട തളർത്തുക. കൈയുടെ വിറ്റ് തളർത്തുക. കൈയിന്റെ വെല്ലുകൾ തളർത്തുക. കൈകള് തളർന്നു. കഴുത്തിലെ വെല്ലുകൾ തളർത്തുക. കഴുത്തിന്റെ മുൻഭാഗം നോക്കണം. കഴുത്തിന്റെ പിൻഭാഗം തളർത്തുക. തലയുടെ പിൻഭാഗം തളർത്തുക. തലയുടെ മോൾ ഭാഗം തളർത്തുക. ഭിത്തിയുടെ ഭാഗം തളർത്തുക. കണ്ണിന്റെ പിരികം തളർത്തുക. കൺപോള തളർത്തുക.
കണ്ണിലെ കൃഷ്ണമണി ശ്രദ്ധിക്കും. കണ്ണിലെ കൃഷ്ണമണി താഴ്ത്തുക. മുഖത്തെ രസികൾ തളർത്തുക, കവിളുകൾ തളർത്തുക, ചെവിയുടെ ഭാഗം താഴ്ത്തുക, മൂക്കിന്റെ ഭാഗം താഴ്ത്തുക, ചുണ്ടുകൾ ശ്രദ്ധിക്കുക, മേൽചുണ്ട് തളർത്തണം, കീഴ്ചുണ്ട് താഴ്ത്തുക. ഇനി നമ്മുടെ താടി തളർത്തുക, പല്ല് തളർത്തുക, നാവ് തളർത്തുക. നമ്മുടെ മനസ്സിന്റെ ഭാഗം, അർദ്ധാർത്ഥന്റെ ഭാഗം, ജനറ്റികോർഗന്റെ ഭാഗം, ലൈംഗികാവയവത്തിന്റെ ഭാഗം തളർത്തുക. ഈ വയറ്റിലെ പടങ്ങുകൾ, ചെറുമുടൽ വൻകുളം തളർത്തുക. ആമാശയത്തിന്റെ ഭാഗം തളർത്തുക, ചെറുമുടൽ വൻകുടകൾ തളർത്തുക. വയറിനുള്ളിൽ അടിഭാഗത്തേക്ക് കിഡ്നിയുടെ ഭാഗത്താണ്. പാൻക്രിയാസ് ഗ്രന്ഥി, വയറിനുള്ളിൽ മറുഭാഗത്ത് പാൻക്രിയാസ് ഗ്രന്ഥി തളർത്തുക. ലിവറിന്റെ ഭാഗം തളർത്തണം, ശ്വാസകോശത്തിന്റെ ഭാഗം തളർത്തണം. ഇനി ഡയഫ്രാം, ഡയഫ്രാമിന്റെ ഭാഗം ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെ ഇടയിൽ ഡയഫ്രാമിന്റെ ഭാഗം. ഈ ഹൃദയത്തിന്റെ ഭാഗം കഴുത്തിൽ ശ്രദ്ധിക്കുക, കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ട്, തൈറോയ്ഡ് ഗ്രന്ഥി തളർത്തുക. അതിന്റെ പിന്നിന്റെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഭാഗം. ഈ ബ്രെയിനിന്റെ ഭാഗം തലച്ചോറിന്റെ ഭാഗമാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പൈനിയൽ ഗ്ലാൻഡ് ഒക്കെയാണ് ആ ഭാഗം. അപ്പൊ നമ്മുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും വിശ്രമം. ശരീരം ഇല്ലാത്തൊരവസ്ഥയിലാണ്. നമ്മുടെ ശരീരം ഇല്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗവും പുറത്തേക്ക് ശരീരഭാരം ഇല്ലാണ്ട് എടുക്കാം. ഈ അവസ്ഥയിൽ നമുക്ക് ക്രിയേറ്റീവ് വിശ്വാസം നടത്താം. നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുപോകാം. നമ്മളൊരു സ്ഥലത്തേക്ക് പോവുക, നമ്മളൊരു കുളത്തിന്റെ അടുത്തേക്ക് പോയി. ആ കുളത്തില് നല്ല താമരപ്പൂക്കളത്തിന്റെ താമരയുടെ മുത്തുകളുണ്ട്, പിന്നെ തളർത്തുന്ന പൂക്കൾ. ഇതിന്റെ ആ ഉരുന്ന ആ താമരപ്പൂക്കളായി മാറും. ആ ഒരു താമരപ്പൊയ്യാണ് ഒരു വർഷത്തിന് മുഴുവൻ താമരപ്പൂക്കളാണ്. നമുക്ക് അതിന്റെ അടിഭാഗം കാണാം. താമരയുടെ അടിഭാഗത്ത് കരി, അതിന്റെ ഇളവാക്കിയുള്ള ആ പച്ച കളറ്, കാളപ്പച്ച കളറുണ്ടായിരുന്നു. കുളം സ്വല്പം വലിയ കുളമാണ്. കുളത്തിന്റെ അടിത്തട്ട് നമുക്ക് കാണാം. അടിത്തട്ടിട്ടല്ല, ചെറിയ രീതിയിലുള്ള കുളത്തിന്റെ പടവുകളൊന്നും കേട്ടാ നമ്മള് ഇറങ്ങിപ്പോകാനുള്ള സ്ഥലം, കുളിക്കാനായിട്ട് ഇറങ്ങിപ്പോകാനുള്ള സ്ഥലം. നമ്മളെ സൂര്യന്റെ പ്രതിബിംബം അതിൽ കാണും. സൂര്യന്റെ പ്രതിബിംബം അതിൽ കാണും. ആ കിഴക്കൻ ചക്രവാളങ്ങളിൽ ആ സൂര്യന്റെ പ്രതിബിംബം, ആ സ്വർണവർണ്ണങ്ങളിലുള്ള ആ രശ്മികൾ നമുക്ക് കളത്തിൽ കാണാം. കുളിക്കുക, നമ്മളെ പുറത്തേക്ക് ഒന്നാണ് പതുക്കെ താഴ്ന്ന് സ്റ്റെപ്പ് വെച്ച് താഴ്ത്തിക്ക് താഴ്ത്തി. അല്ലെങ്കിൽ ചേരലാട്ട, നല്ല ചേരല, തലമും കുഴപ്പമില്ല. നമ്മള് ഇറങ്ങി ആ സൂര്യനെ നോക്കി ഒന്ന് നമുക്ക് നമ്മളൊന്ന് മുങ്ങാൻ പോവുക. മുങ്ങി ഒരു വട്ടം മുങ്ങി. മുങ്ങിയപ്പോ ആ സൗണ്ട്, വെള്ളത്തിന്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. വെള്ളം അങ്ങനെ കരമാല മാറി പുറത്തേക്ക് പോകുന്നു, അത് നമുക്കറിയാം. നമ്മളൊന്നുകൂടി മുങ്ങി, രണ്ട് മുങ്ങി, ഒരു മുങ്ങി. നമ്മള് പതുക്കെ ഇത് കേഴ് തോർത്തി തലക്ക് നന്നായി തോർത്തി നമ്മള് പതുക്കെ ഇടയ്ക്കിരുന്നതായി ഇങ്ങനെ കയറി പോവാണ്. നമ്മളെ പോകുമ്പോ ഒരു പൂന്തോട്ടത്തിലൂടെ കൊണ്ടുണ്ടാകും. പൂന്തോട്ടത്തില് പല വർണ്ണങ്ങളിലുള്ള പൂക്കളുണ്ട്. ചുവപ്പ് ചെമ്പരത്തിയുണ്ട്, റോസാപ്പൂവുണ്ട്, വെള്ള കളറുള്ള മുല്ലപ്പൂ കാണാം, ചെമ്പരത്തി, പല വർണ്ണങ്ങളിലുള്ള ചെമ്പരത്തികളുണ്ട്. ചെമ്പരത്തി കാണാം, മഞ്ഞ ചെമ്പരത്തി, മഞ്ഞ കോളാമ്പി കാണാം, ചെച്ചിപ്പൂ. അപ്പൊ തന്നെ വാഴ പറിച്ചു നമുക്ക് ആ കുടപ്പന്റെ അവിടെ
ചായ കുടിക്കുന്നു. നമുക്കൊരു അഞ്ച് നോക്കാം. മധുരം നോക്കാം. ആ മധുരം ചായന്റെ മധുരം നമുക്ക് നോക്കാം. അവിടേക്ക് നല്ല മണം കിട്ടാറ്, നല്ല വാസന, നല്ല നല്ല പുല്ല മണം. അതുപോലെ ചുമന്ന ചെമ്പകത്തിന്റെ മണം. കുറച്ച് ധാരാളം ചായയൊക്കെ നമ്മുടെ ചായ ആ മണം ആസ്വദിക്കുകയാണ്. നല്ല നല്ല പുല്ല മണം. പതുക്കെ നമ്മളവിടുന്ന് എനിക്ക് നടത്തുക. മനസ്സിലായി താഴത്തോടെ കേട്ടോ. ആ ഇനി ആദ്യം പ്രത്യേകമായിട്ട് സ്വപ്നമാണ് അത്യാവശ്യം. ഇന്ന് അത്യാവശ്യമുള്ള കാര്യം, നല്ല കാര്യം, ഒന്ന് രണ്ട് കാര്യം മനസ്സിലാകുന്നത് എനിക്ക് നേടിയെടുക്കാൻ പറ്റും. ഉറപ്പാ അല്ലെങ്കിൽ നേടിയിരിക്കുമോ? അവരെന്താ ചെയ്തിരിക്കുക? പൈസ പൈസ, സാധനങ്ങളാണെങ്കിൽ സാധനങ്ങൾ, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം. എന്താ വേണ്ടെങ്കിൽ നമ്മളെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റും. മനസ്സിനെ ഉറപ്പുള്ളത് നേടിയെടുക്കാൻ പറ്റും. ഞാൻ നേടിയെടുക്കും. ചർച്ച ചെയ്യുന്ന അവ അതിനുള്ള പ്രവൃത്തികൾ, ആക്ഷനുകൾ വിദ്യാർത്ഥികൾ അതിന് നടത്താനുള്ള ഞാൻ നമ്മളാ വിദ്യാർത്ഥികൾ നടത്താൻ പ്രാർത്ഥിക്കാം, പരത്തിയോട് പ്രാർത്ഥിക്കാം, യൂണിയനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മളാ വിദ്യാർത്ഥികളായിട്ട് നമുക്ക് ആ സന്തോഷത്തിലിരിക്കുക. ആ സന്തോഷത്തിൽ നമുക്ക് വിദ്യാർത്ഥികളായിട്ട് നല്ല കാര്യങ്ങളാണ്. ഒരു സന്തോഷം ഉണ്ടാവും വിദ്യാർത്ഥി നടന്നു കഴിഞ്ഞു. ആ വിദ്യാർത്ഥികളായിട്ട് നടന്നിട്ട് നമുക്കറിയാം ഈ ചിരിയോട് വിളിക്കുവാണ് താളത്തിന് സെഞ്ചുറി കഴിക്കും. പഴയ ടീച്ചർ പറഞ്ഞു എടുക്കുകയാണ്. അവർ ശരീരത്തിന് ബലം വന്നു, കാലിന് ബലം വന്നു, കൈന് ബലം വന്നു. വേണ്ടപ്പെട്ട നമുക്കറിയാം. ശ്രദ്ധിക്കുക, ശ്വാസം ശ്രദ്ധിക്കുക, ശരീരം ശ്രദ്ധിക്കുക. കയ്യും നനക്കണം, കൈയടിച്ചേക്കണം, കാലനക്കണം, കാലടിച്ചേക്കണം, കാലടിച്ച് കൈ തലടത്തി പിടിക്കുക, കൈ പിടിച്ചിട്ട് തലടിക്കുന്നത്, കൈ മുമ്പിരിക്കാൻ. ഇനി നമ്മള് വലത്തോട്ടം ചെയ്തു ഒരു കൈ തലടാനില്ല, ഒരു കൈ പതുക്കെ കൈ കുത്തിയിരിക്കുക. കൈയൊന്ന് കൂട്ടിട്ട് പതുക്കെ കാണിക്ക പോകുന്നില്ല, പതുക്കെ ഒന്ന് കാലുകളിട്ട് നമ്മൾ കാണട്ടോ. ഓക്കെ സാറേ, ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യും. ഇരുന്നിട്ട് ആസനങ്ങൾ വന്നു നമ്മളെ അടുത്ത കാലം മടക്കുക നിർത്തുക.
അടുത്ത കാലം നോക്കി എടുത്തിരുന്നു 2 എടുത്തിരുന്നു 3 4 5 6 7 8 ഇനി വലത്തെ കാലം 1 2 3 4 5 6 7 8 നമുക്ക് എല്ലാം ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി അത് നമ്മൾ കുറച്ച് നാളെ പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല ചെയ്യണം നമുക്ക് ചെയ്ത് ചെയ്ത് ഒരു ദിവസം 10 ദിവസം കൊണ്ട് ചിലപ്പോൾ ശരിയാവില്ല ഇപ്പൊ ഒരു ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യും ഇനി അടുത്ത കാര്യം അടുത്തേക്ക് അടുത്ത കാര്യം പോകുന്നത് അർദ്ധപത്മാസം അർദ്ധപത്മാസം നമുക്ക് പത്മാസനം യോഗാസനത്തില് പ്രധാനപ്പെട്ടതാണ് അപ്പൊ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല നമ്മള് അർദ്ധപത്മാസം ഇനിയിപ്പോ ഇതിനും പറ്റി ചമ്രം പഠിക്കുന്നത് കൈ മലർത്തി ചൂണ്ടുകളിലും തളകളിലും കാണുന്നത് വൺ ശ്വാസം എടുക്കുക അപ്പൊ ഹൃദയത്തിന് ശ്രദ്ധിച്ചിട്ട് വളർന്നില്ല വൺ ശ്വാസം എടുക്കുക ടു പതുക്കെ മൂക്കിയോടെ ശ്വാസം പുറത്തുക അപ്പൊ നമ്മുടെ ഉള്ളിൽ ആഴ്ച രോഗങ്ങളെല്ലാം പുറത്തു പഴുവിലെ കത്തിച്ചാൽ മതി ഇനി ആദ്യം 3 4 ശ്വാസത്തിലേക്ക് എടുക്കും 4 സാധാരണ വർത്തിക്കും 5 6 7 8 മതി കണ്ണ് തുറക്കുക കാലിൽ നിർത്തി കാല് മുറിഞ്ഞാൽ പോകണം കാലിൽ വരുന്നൊന്ന് മടക്കുക 1 2 3 4 5 6 7 8 കാല് മുറി മടക്കുക നോക്കുക 1 മടക്കുമ്പോൾ മുട്ട് നിലത്ത് കുത്തിയാൽ നോക്കുക 2 3 4 5 6 7 8 ഇനി വലത്തെ കാലം 1 2 3 4 5 6 7 8 മതി ഇനി വലത്തെ കാല ആദ്യം പഠിച്ച ഇടത്ത കാല അതിന്റെ മുകളിൽ കൈ മലർത്തി നിവർന്നിരിക്കുക ചൂടുകളിലും തളകളിലും നിവർന്നിരിക്കുക നമ്മളെ ഹൃദയങ്ങൾക്ക് ശ്രദ്ധിച്ച് കാത്തുക 1 2 പതുക്കെ ശ്വാസം 3 ശ്വാസം എടുക്കണം 4 ശ്വാസം 5 6 7 8 കണക്കൊക്കെ പറഞ്ഞു കാരണം നിങ്ങൾ ബട്ടർഫ്ലൈ പോയി കാല് നിങ്ങൾ മടക്കുക രണ്ട് കാലിനും ഉപ്പിട്ട് ഇങ്ങനെ കൂട്ടി മാക്സിമം അടിക്കുക കാലിങ്ങനെ പുറത്തുപിടിക്കുക ഇനി മുട്ട് പൊതിക്കുക ബട്ടർഫ്ലൈ പോസ് 1 2 3 4 5 6 7 8 ഇനി പൊന്തിച്ചിട്ട് പെട്ടെന്ന് ചെയ്തോ 1 2 3 4 5 6 7 8 ഈ കാലിന്റെ തുടർന്ന് കൈയുടെ മുട്ടുന്ന നമുക്ക് നെറ്റി കാലിന്റെ വെല്ലുമ്പ മുട്ടിക്കാൻ നോക്കും ബദ്ധഭാഗാസനം 1 അപ്പൊ കംപ്ലീറ്റ് ശ്വാസം തുടങ്ങും 2 ശ്വാസം എടുക്കുക കണ്ണ് തുറന്നു പിടിക്കുക 3 4 5 6 7 8 ശരിക്കും നമ്മുടെ കേൾവിക്കുന്നില്ല നമ്മുടെ സ്ഥാനത്തേക്ക് ഒക്കെ നല്ലൊരു ഊർജം പറ്റും നമുക്ക് മൂത്രസംബന്ധമായ അസുഖങ്ങൾ മാറാൻ നല്ലതാണ് ഹോസ്റ്റലിൽ എനിക്ക് നല്ലത് സ്ത്രീകളുടെ പിരിച്ചുവരി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വയറ് സംബന്ധമായ അസുഖം അതിനൊക്കെ നല്ലത് ബദ്ധഭാഗാസനം കാലം നിർത്തിയിരിക്കുക കാലം തന്നെ നമുക്ക് വക്രാസനം ചെയ്യാം കാലം ഇങ്ങനെ മടക്കില്ല നമ്മുടെ പാൻക്രിയാസിനെ തെറ്റികളായിട്ട് നല്ലൊരു കാലിങ്ങനെ മടക്കിയിരിക്കുക അപ്പൊ കൈ പിരിഞ്ഞു വലത്തെ കൈ പിരിക്കുക ഈ ശ്വാസം എടുത്ത് പിന്നിരിക്കില്ല കോബ്ര ഇടുന്ന ശ്വാസം ഇടുമ്പോ വായിക്കും 2 3 4 5 6 7
കൈവക്കുക കാലുമുട്ടി. ഈ വലത്തെ കാര്യം മാറ്റി അടുത്ത കൈ കുറിച്ചിട്ട് കാല് പുറത്ത്. 1 2 3 4 5 6 7 8. കൈവക്കുക കാലുകൊണ്ട് ഈ പതുക്കെ അവിടെ കിടക്കുക. ഈ കിടന്ന് ക്ലാസ് മതി. അലടിച്ചേക്കുക കയ്യടിച്ചേക്കുക കണ്ണു തുറക്കും. കണ്ണ് കണ്ട ശ്വാസം എടുത്തുകൊണ്ട് കൈ പിന്നിൽ നിലത്ത് വെക്കുക. 1 കൈ പോണ സ്ഥലത്തേക്ക് നോക്കണം. പിന്നിലേക്ക് നോക്കാം. കൈ നിലത്ത് വെക്കണം. പിന്നിലേക്ക് നോക്കാം. 2 ശ്വാസം എടുത്തുകൊണ്ട് കൈ മുമ്പിലേക്ക് ഇങ്ങനെ കൊടുത്ത് നിലത്ത് വെക്കാം. അപ്പോൾ മുമ്പിലേക്ക് നോക്കാം. 3 പിന്നിലേക്ക് നോക്കാം. 4 5 6 7 8. ഇനി നമ്മള് വേറെ കാണണം. ഇടത്തെ കാര്യം മുട്ടുമടകാണ്ട് മുകളിൽ മുട്ടുമടക്കാൻ 1 2 3 4 5 6 7 8. ഇനി വലത്തെ കാര്യം മതി. 1 2 3 4 5 6 7 8. ഈ രണ്ട് കാര്യം മുകളിലേക്ക് കൈ നിലത്തിക്കാൻ പറ്റില്ല. വേര് കണ്ടാക്കണം. 1 കാലിന്റെ രണ്ട് വേരിലും മുകളിലേക്ക് തള്ള. 2 തള്ളം. 2 3 4 5 6 7 8. മതി. കൈന്റെ മുട്ട് വരെ പോയിട്ട് കാലിന്റെ വെല്ലുവിളിക്കുക. കാലിന്റെ വെല്ലുവിളി നോക്കണം. വെട്ടി നോക്കുമ്പോ ശ്വാസം വിടുക. 2 കൈ ചെയ്യാൻ ശ്രമിക്കണ്ടാവുന്നത്. 4 5 6 7 8. മതി. ഇനി മറക്കണം. കാലിങ്ങനെ മറക്കിയത് കൈ സൈഡിൽ ശ്വാസം നമ്മളെ ഇടത്തെ ഭാഗത്തിൽ കാലും അപ്പൊ വലത്തെ ഭാഗത്തിൽ നോക്കി ശ്വാസം വിടുക. കൈന്റെ കൈക്ക് നോക്കുക. ശ്വാസം വിടുക. ഇനി തിരിച്ചു 3 ഇടത്തെ കൈക്ക് നോക്കാം. 4 കാലിന്റെ മുട്ടി കേൾക്കുമ്പോൾ 5 6 7 8 8 7 6 5 4 3 2 1. കാലം ഇനി വലത്തോട്ട് തിരികെ കമന്ന് കിടക്കും. വലത്തോട്ട് തിരികെ കമന്ന് കിടക്കും. കൈ കാലിന്റെ അടിയിൽ വെക്കാം. ഇനി അർദ്ധചലനാസനം. ഇടത്തെ കാലം മുട്ട് മടക്കാണ്ട് കൊണ്ടിരിക്കണം. 1 2 മുട്ട് മടക്കാണ്ട് കാലിന്റെ തള്ളവലില് തള്ളി പിടിക്കാം. 3 4 5 6 7 8. ഇനി വലത്തെ കാലം 1 2 3 4 5 6 7 8. ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. പൂർണ്ണ സ്ഥലഭാസനം. 1 2 ഒന്നിക്കുമ്പോൾ ശ്വാസം എടുക്കണം. കാത്തുമ്പോൾ ശ്വാസം വിടുക. 3 4 5 6 കാല് പൊന്തിക്കുമ്പോൾ ശ്വാസം എടുക്കണം. 7
കടന്നക്കെട്ടാ. ഏയ് മതി. ഈ കൈ മുമ്പിലേക്ക് ആക്കണം. സ്വർണം നല്ല കളി. കാലടിപ്പിച്ച് തന്നെ കളിക്കുക. ഭുജങ്കാസനം. നെറ്റ് വന്നിക്കണം, താടി വന്നിക്കണം, ചെസ്റ്റ് വന്നിക്കണം. വൺ. പൊക്കിൾ കൂടി അര മുകളിലേക്ക് പോകാം. ശ്വാസം എടുക്കാന്നില്ല. ശ്വാസം എടുക്കാന്നില്ല. 2, 3. ശ്വാസം എടുക്കുന്നില്ല. ശ്വാസം എടുക്കുന്നില്ല. 4, 5. ശ്വാസം എടുക്കാന്നില്ല. ശ്വാസം എടുക്കുന്നില്ല. 6, 7. ശ്വാസം എടുക്കുന്നില്ല. ശ്വാസം എടുക്കുന്നില്ല. 8. ഈ കളി പിന്നിരിക്കുക. ഇനി നമുക്ക് ദണ്ഡികാസനം ചെയ്യും. അതെല്ലാം ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല. പുതിയ ആൾക്കാരെ ആദ്യം കണ്ടു നിൽക്കുക. അത് കഴിഞ്ഞ് ചെയ്യണം. 1. കാര്യം നടക്കുക. 2. കാലിന്റെ ഉള്ളിലേക്ക്. 3. മുകളിലേക്ക് നോക്കണം. മുമ്പിലേക്ക് വലിക്കുക. മുകളിലേക്ക് നോക്കണം. ദണ്ഡികാസനം. മുറിയൂടെ ശ്വാസത്തൂടെ. 4. കാല് നിൽക്കുക. കാലടുക്കുക കേട്ടോ. ഒന്നുകൂടി. 1. കാല് മടക്കുക. 2. കാലിന്റെ വിളിക്കുക. 3. കാല് മുകളിലേക്ക് വിളിച്ചു വലിക്കും. മുകളിലേക്ക് നോക്കണം. എപ്പോഴും മുകളിലേക്ക് നോക്കുക. തല പിന്നിലേക്ക് ഇടുക. മുകളിലേക്ക് നോക്കി മുമ്പിലേക്ക് മേലിക്കുക. അപ്പൊ വയറിന് മസാജ് ചെയ്യാം. 4. മതി. ഈ കാല് കുറച്ചെടുത്തേക്ക് ആ കൈ താടിയുമ്പോ കിട്ടിയത്. കാല് അകത്തേക്കുമ്പോ കാലിന്റെ തള്ളവിരലും കാലിന്റെ ഉപ്പിട്ടിയും നിലത്ത് തൊടാം. അപ്പൊ കാല് കുറച്ച് അകത്ത് വെക്കണം. നമ്മൾ അടിവയറിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കാം. അടിവയറിന്റെ ഭാഗത്ത് സ്വാധിഷ്ഠാന ചക്രം അടിവയറിന്റെ അടിഭാഗത്തായിട്ട് വരും. നമുക്ക് മെയിനായിട്ട് 7 ചക്രങ്ങളാണ്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഏറ്റവും താഴെ മൂലാധാര ചക്രം. പിന്നെ അതിന്റെ മുകളിലായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രം വരും. അവര് പൊക്കിൾക്കൊടിയുടെ 5 താഴെ. പിന്നെ ഉള്ളത് നമുക്ക് മണിപൂര ചക്രം. പൊക്കിൾക്കൊടിയുടെ തൊട്ട് താഴേക്ക് വരും. പിന്നെ അനാഹത ചക്രം ഹൃദയത്തിന്റെ അവിടെ. പിന്നെ കഴുത്തിന്റെ അവിടെ വിശുദ്ധി ചക്രം. നെറ്റിയുടെ സെന്ററില് ആജ്ഞാചക്രം. തലയുടെ നെറുകയില് സഹസ്രാര ചക്രം. ഇങ്ങനെ 7 ചക്രങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ശക്തി കേന്ദ്രങ്ങളാണ്. നമ്മുടെ വൈറ്റൽ പോയിന്റ് എനർജി കേന്ദ്രങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ അടിഭാഗത്ത് നമ്മുടെ അഡ്രിനാൽ എന്ന് പറഞ്ഞിട്ടില്ല. അഡ്രിനാലിൻ എന്ന് പറഞ്ഞ സ്രവം ഉത്പാദിപ്പിക്കും. നമ്മുടെ ശരീരം കുറച്ച് സ്രവങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കടയിൽ പോയി മേടിക്കില്ല. നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക് ചെയ്യുന്നതാ. അപ്പൊ നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ ക്ഷീണം മാറാൻ നല്ലതാണ് അഡ്രിനാലിൻ. അപ്പൊ നമ്മുടെ അടിവയറിന്റെ ഭാഗത്ത് സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ചിട്ട് ശ്വാസം എടുക്കുമ്പോ അവിടെ ഒരു അനക്കുണ്ടാവും. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോ ഒന്ന് വെക്കും. ശ്വാസം പുറത്തേക്ക് പോകുമ്പോ ഒന്ന് താഴും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. കൈക്ക് എടുത്ത് വെക്കുക. അടുത്ത കൈപ്പത്തിന് മുകളിൽ വലക്കായി എടുത്ത് വെക്കുക. പല സൈഡിലേക്ക് എടുത്ത് വെക്കുക. ഇതൊന്നും കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ നല്ലതാ. കുറച്ചധികം സമയം കിടക്കണം. തല തിരിച്ചു വെക്കുക. കൈപ്പത്തി അങ്ങോട്ട് മാറ്റി. മതി. ഈ കാലടിച്ച് വയ്ക്കുക. കൈ ഷോൾഡറിന്റെ വയ്ക്കുക. കൈ കുത്തി പിന്നിലേക്ക് ഇരിക്കുക. നെറ്റി നനച്ച് മുടിക്കുക. ഇപ്പൊ കണ്ണു തുറക്കാം. നെറ്റി നനച്ച് മുടിക്കുക. കണ്ണു തുറക്കാം. അതൊക്കെ എനിക്ക് കിട്ടും. കാലടിച്ച് വയ്ക്കുക. കൈ മുടിക്കുക. ഇനി കൈ മുമ്പിലേക്ക് വിടുക. പിന്നെ എനിക്ക് പിടിക്കുക. കാലടിക്കാൻ പാടില്ല. 1, 2, 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. കാലിന് പിടിച്ചു കൊണ്ടിരിക്കുക. കൈ മുകളിലേക്ക് കൊണ്ടിരിക്കുക.
അപ്പൊ അങ്ങനെ പൊങ്ങുമ്പോ നമ്മുടെ മലദ്വാരം മുകളിലേക്ക് വലിക്കണം. മൂലക്കലിന്റെ അസുഖം, പല്ലിന്റെ അസുഖം മാറാനും വരാണ്ടിരിക്കാനും നല്ല. അതുപോലെ ബ്രെയിനിന്റെ ഒരു ശക്തിക്ക് നല്ല ബാലൻസ് കിട്ടും. 1 60 2 പതുക്കെ അങ്ങനെ റിലീസ് ചെയ്യാം, ലൂസാക്കാം. 3 മുകളിലേക്ക് വലിക്കുക, എല്ലാ നാടികളും മുകളിലേക്ക് വലിക്കും. 4 5 3 7 8 9. ഇനി നമുക്ക് വീരഭദ്ര കാലുകൾ ഉറപ്പിക്കാം. 2 പിടിക്കാം. 4 5 ചേഞ്ച് ചെയ്യാം. 1 മുമ്പിലെ കാല് ഇങ്ങനെ ഉറപ്പിച്ച് വരും. 2 3 4 5 1 2 3 4 5 1 2 3 4 5. ഇനി നമുക്കൊന്ന് ചിരിക്കണം. കൈ ഇങ്ങനെ ക്ലാപ്പിയാം. വെരി ഗുഡ്, വെരി ഗുഡ്. Got the guy, got the guy. I am the best, I am the best. I am healthy, I am healthy, I am healthy. Very good, very good, very good. ഇത് ഇങ്ങനെ കഴിയുമ്പോൾ പഠിച്ച് ശ്വാസം എടുക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം എടുക്കുക, പിടിച്ച്. ഇനി നമുക്ക് 1 മീറ്റർ നോക്കണം. പോയി 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 ശരിയാ. ഈ എന്ന് പറയാം. നേരത്തെ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു കേട്ടോ. അപ്പൊ കാലം മടക്കണം ക്രീഡാസനത്തിന്റെ കൈ മുകളിലേക്ക് പിടിക്കുക. മുകളിലേക്ക് നോക്കിയിട്ട് കണ്ടേ. അപ്പൊ കാലിന്റെ ഉപ്പിട്ട് നീളം പിന്നിരിക്കുന്ന വളാൻ നമുക്ക് നല്ല ഒരു ആഹ്ലാദം. നല്ല ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ കുറേയൊക്കെ ദൂരം ചെയ്യാം. ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഓടണം. മാറ്റി കറന്നെടുത്ത ഓ 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 ഓ. ഇനി ആദ്യം ശരീരം പിന്നാളട്ടെ. സൗണ്ട് ഉണ്ടാകണം തിരിക്കുക. അവൻ ശരീരത്തിൽ നിന്ന് കിടന്നാളല്ല, വയറും ചെസ്റ്റ് കിടന്നാളല്ല. മതിട്ടാ. ഇരിക്കുക. 1 2 3 4 5 6 7. മുട്ടു തിരിക്കും വജ്രാസനം. മുട്ടു തിരിക്കും വജ്രാസനം. അടുത്ത കൈപത്തി നിലത്തേക്ക് അതിന്റെ മുകളിൽ വലത്തെ കൈപത്തി നിവർന്നിരിക്കാതാണ്. ഉച്ചറങ്ങനെ ഇരിക്കുക, കണ്ണടക്കണം. അപ്പൊ നമ്മളെ കണ്ണാടിയിൽ നമ്മളെ കാണും, നമ്മളെ മനസ്സിൽ കാണും, നമ്മുടെ ശരീരം നമുക്ക് കാണും. നമ്മളെ ശരീരം ശ്രദ്ധിക്കുക. ശരീരം ശ്വാസം എടുക്കരുത്. 1 2 പതുക്കെ ശ്വാസം. 3 നന്നായി ശ്വാസം എടുക്കണം. കടന്നു വരുക. പതുക്കെ വിടുക. 4 5 6 7 8. മതി. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം നെറ്റി നിൽക്കുന്നു. 1 2 ശ്വാസം. 3 4 5
6, 7, 8, 1. ശ്രദ്ധിച്ചിരിക്കുക കാര്യങ്ങൾ. തല നനക്കണം കേട്ടോ. തല നിൽക്കുന്ന ഇനി ആദ്യം ചമ്രം കണ്ടിരിക്കുക കഴിഞ്ഞു. സാറായില്ലേ നമ്മള് കാലത്ത് വരുന്ന മാതിരി. ഇനി നമുക്കൊരു പ്രാണായാമം കൂടി ചെയ്യാം. നമ്മുടെ പ്രാണായാമ ബാക്കി നമുക്കിന്ന് ഭസ്ത്രിക ചെയ്യാം. കൈ കാലുമ്പോ സംശയിക്കും. എന്നിട്ട് ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കുക വിടുക, ശ്വാസം എടുക്കുക വിടുക. ശ്വാസം വിടുമ്പോ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ ശ്വാസത്തിന്റെ ഒപ്പം പുറത്തേക്ക് പോവുക. നമ്മുടെ ആ ലങ്സ് ഇങ്ങനെ വലിയ ശ്വാസകോശം ഇങ്ങനെ വലിയ നമുക്ക് പ്രതിരോധ ശക്തി കൂടുതൽ നല്ലത്. അപ്പൊ സാധാരണ നമ്മുടെ ശ്വാസം 12-13 ഒരു മിനിറ്റില് 12 പ്രാവശ്യം അല്ലെങ്കിൽ 13 പ്രാവശ്യം. അപ്പൊ നമ്മളത് കൂട്ടി കൊണ്ടുവരണം. കൂട്ടി പതുക്കെ കൂട്ടി. അപ്പൊ അതിന് അത്ര സ്പീഡ് തുടക്കത്തില് കുറച്ച് സ്പീഡ് മതി. പിന്നെ പ്രാണായാമം കണ്ണടച്ചിട്ട് ചെയ്യാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1. ഇനി കൈ തിന്നാ മതി. ഇതിന്റെ മുകളിലേക്ക് ഇത് വലിക്കാം. ഷർട്ട് വലിക്കാം. 12. കണ്ണടച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതാണ്. പ്രശ്നം 1 2 1 2 1 2 1 2 2 1 2 1 2 1 2 1 2 1 2 1 2 മതി. കണ്ണടച്ചിട്ടാ നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നുകൂടി റിലാക്സ് ആവുക. ഒരു കപാലഭാഗം അത് പ്രാണായാമം കൂടി. പ്രാണായാമം ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശ്വാസത്തിന്റെ ഒപ്പം നമ്മുടെ ഉള്ളിലായിരിക്കണം. കൈമലർത്തും. ഇതിന് മൂക്കി ഇവിടെ 1 നമ്പർ വെക്കണം, 2 നമ്പർ. അപ്പൊ വിടുമ്പോ എന്തുമായി വയറുള്ളിലേക്ക് വരും. വയറുമ്പോ ശ്രദ്ധിക്കണ്ട. നമ്മള് ശ്രദ്ധിക്കേണ്ടത് മുഖത്ത്. കപാലഭാഗം മുഖത്ത് ശ്രദ്ധിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 എടുക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 വയറടിച്ച് പോകാം. 1 2 1 2 വയറടിച്ച് പോകാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 2 1 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1. തലയുടെ വളർത്തില്ല, കൈ വളർത്തില്ല, ശരീരം വളർത്തില്ല. കാലങ്ങനെ അടിക്കി അടിച്ചേക്കുക, കൈയൊക്കെ അടിച്ചേക്കുക. പലത്തോട് കഴിഞ്ഞ് കൈ കുത്തിയെടുത്തിരിക്കുക. കൈ മലർത്തിയേക്കാന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തിനുണ്ടായ മാറ്റങ്ങളൊന്നും ശ്രദ്ധിക്കാം. വ്യത്യാസം കണ്ടു. നമസ്കാരം അല്ലേ. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി, യൂണിവേഴ്സിനും നന്ദി. ഇന്നത്തെ ദിവസം മുതൽ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. കൈ പിന്നിൽ വെക്കുക, ശ്വാസത്തിന് എത്തി നൽകുന്നില്ല. നന്ദി പറയാൻ ശ്വാസം കൈ കൂട്ടിട്ടുണ്ട്. നന്നായി കൂട്ടിയെടുക്കണം. കാരണം ശരീരത്തിലെ എല്ലാ നാടികളുടെയും പുലർത്താൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുക. ആ ചൂട് കടന്നോളെ ഈ മുഖത്തെല്ലാവർക്കും നമുക്കോ നെറ്റി, കവള്, താടി, ചെയ്തടി എല്ലായിടത്തും ചെയ്യണം.
തലവെട്ടിയിൽ മുട്ടിച്ച് വയ്ക്കുക. തലമുടിയിൽ മുറിച്ച് വയ്ക്കുക. തലയോട്ടിയിൽ നമുക്ക് ചെവിയുടെ അടിയിൽ നിന്ന് അമർത്തി റൗണ്ട്, ചെവിയുടെ പിന്നിൽ അമർത്തി റൗണ്ട്, അവിടേക്ക് ഓരോ മറന്നുണ്ട് അവിടെ കുറിച്ചെടുക്കുക. കൈ ഒന്നുകൂടി കുറിച്ചിടുക. കണ്ണിന്റെ മുകളിൽ കണ്ണ് തുറക്കുക. കണ്ണിന്റെ പേരിലേക്ക് നോക്കി കാണുക. എല്ലാവരും മനസ്സിലായി. സാറായിട്ട് അപ്പൊ നാളെയും കാണാം. ഇനി നമ്മള് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവരൊക്കെ ആയിട്ട് ചെറുതായിട്ട് വർത്താനം കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ഹോർമോൺ പറ്റിയിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം.